വാഴ 2 തിയേറ്ററുകളിൽ തകർത്തോടുന്നു. അതേസമയം തന്നെ വാഴ 3യുടെ അനൗൺസ്മെൻറ്റും വരുന്നു. രണ്ടാം ഭാഗം വരുന്നതും അത് ഹാഷിറിനെയും ടീമിനെയും ലീഡ് റോളിൽ അവതരിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ ഉണ്ടായ ഹൈപ്പല്ല മൂന്നാം ഭാഗത്തിന് ലഭിക്കുന്ന പ്രതികരണം. കഥ എന്തെന്നോ കാസ്റ്റ് ആരെന്നോ അറിയുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലെ ആൺകോയ്മയ്ക്ക് ആ ടാഗ് ലൈൻ അരോചകമായി തോന്നി. വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ്. അൺനെസസറി ഹെയ്റ്റും അതിൽ കൂടുതൽ ഉപദേശവും നൽകുന്ന തിരക്കിലാണ് സൈബർ സ്പേസിലെ ആങ്ങളമാർ. സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ വരുമ്പോൾ ആളുകൾ ഇത്രയധികം ട്രിഗർ ആവുന്നത് ഇതാദ്യമായല്ല. ഇതിനോടകം വന്ന പല സിനിമകളിലേതും പോലെ മൂഡ് സ്വിങ്സും ആർത്തവവും ടോക്സിസിറ്റിയും എല്ലാം പറയുന്ന സിനിമയായിരിക്കുമെന്ന മുൻവിധി, സ്ത്രീകളെ വെച്ച് എങ്ങനെ എന്റർടൈൻമെന്റ് സിനിമ ചെയ്യുമെന്ന ഉത്കണ്ഠ, എന്നാൽ സ്ത്രീകളുടെ POVയിലും ഒരു സിനിമ വരട്ടെ എന്ന അനുവാദം നൽകൽ, ഇങ്ങനെ സ്ത്രീജനങ്ങളെ ആകെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതും കളിയാക്കുന്നതുമായ കമന്റുകളാണ് വാഴ 3യുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്ക് താഴെ നിറയുന്നത്. മെയിൽ ഹീറോകൾ അടക്കി വേണ മോളിവുഡിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ടാഗ് കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. നീലിയായെത്തി കല്യാണി കൊയ്ത 300 കോടിയെ മറന്നാണ് പലരുടെയും ഈ നിലവിളികൾ. ഓം ശാന്തി ഓശാന, ജൂൺ, സൂപ്പർ ശരണ്യ, ജയ 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 ഹേ തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റ് അടിച്ച ഇൻഡസ്ട്രി കൂടിയാണ് നമ്മളുടേത്. എന്നിട്ടും ഇത്തരം കമന്റുകളും കളിയാക്കലുകളും വരുന്നുവെന്നത് വേദനാജനകമാണ്. ഈ സിനിമകളുടെ എല്ലാം വിജയം തങ്ങളുടെ ഔദാര്യമാണെന്ന പാട്രിയാർക്കൽ കമന്റ്സും ഇതിനോടൊപ്പം ഉണ്ട് താനും. വാഴ എന്നിട്ടും കാലാകാലങ്ങളായി ഉപയോഗിച്ചു പോകുന്നത് ഹൈലി കോമ്പറ്റീറ്റീവായ സൊസൈറ്റിയിൽ പരാജയപ്പെട്ടു പോകുന്നവരെ സൂചിപ്പിക്കാനാണ്. അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നവർ പുരുഷന്മാർ മാത്രമാണെന്ന് ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല. ആ പരാജയം ജീവിതകാലം മൊത്തം കൂടെ കൂട്ടേണ്ടതല്ലെന്നും അതിൽ ഇതേ സമൂഹത്തിന് തന്നെ പങ്കുണ്ടെന്നും പറഞ്ഞു വെച്ചത് വാഴയിലൂടെ വിപിൻ ദാസ് എന്ന റൈറ്ററാണ്. ഇതുവരെ കണ്ടതെല്ലാം അതിന്റെ മെയിൽ വേർഷനാണ്. ആദ്യ ഭാഗത്തിൽ അച്ഛൻ മകൻ ബന്ധത്തെ, രണ്ടാം ഭാഗത്തിൽ അതിനോടൊപ്പം സഹോദര ബന്ധത്തെ, സൗഹൃദത്തെ, ഇനി വരാനിരിക്കുന്നത് അതിന്റെ ഫീമെയിൽ വേർഷൻ. ജയ ജയ ജയഹയിലൂടെ ജയ എന്ന പെൺകുട്ടിക്ക് അവളുടെ വീട്ടിലും ഭർത്തൃ വീട്ടിലും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിപിൻ ദാസ് പറഞ്ഞു വെച്ചു. ആ പ്രശ്നങ്ങൾക്ക് കാരണം അവളുടെ ഭർത്താവ് മാത്രമല്ല, സ്വന്തം അച്ഛനും അമ്മയും ഭർത്തൃമാതാവും എല്ലാമാണ്. വാഴ ഫ്രാഞ്ചൈസിയുടെ ഒരു തരത്തിലുള്ള തുടക്കമായി കൂടിയാണ് വിപിൻ ദാസ് ജയ 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 ഹേ കാണുന്നത്. അന്ന് ബയോപിക് ഓഫ് ബില്യൺ വുമൺ എന്ന ടൈറ്റിൽ ആദ്യത്തെ പോസ്റ്ററുകളിലെല്ലാം കൊടുത്തിരുന്നതായി അദ്ദേഹം പറയുന്നു. വാഴ ചെറിയ ബജറ്റിൽ 40 ദിവസത്തിൽ ഷൂട്ട് തീർത്ത സിനിമയാണ്. വാഴ 2 ആകട്ടെ 115 ദിവസമെടുത്ത് വലിയ ബജറ്റിൽ എടുത്തതും. ആദ്യ ഭാഗം നൽകിയ കോൺഫിഡൻസ് രണ്ടാം ഭാഗത്തിന്റെ സ്കെയിൽ വലുതാകാൻ കാരണമായി. വാഴ 2വിന്റെ ഗംഭീര വിജയത്തോടെ മൂന്നാം ഭാഗം അതിലും വലിയ സ്കെയിലിൽ ഒരുക്കാമെന്നതിൽ സംശയമില്ല.